ഇവൾ ഇവിടെ വന്ന എന്തിനാണെന്ന് നോക്കാം. ഇവിടെ ആരോ കിടക്കുന്നുണ്ട്. മഹിയായിരിക്കും. വാതില് തുറക്ക്. ഭർത്താവിനെ കാണാതെ വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നല്ലേ? അനന്തുവേട്ടന് ബുദ്ധിമുട്ടായല്ലേ? ഇങ്ങനെ ചോദിക്കുന്നതാണ് ബുദ്ധിമുട്ട്. എന്റെ മഹി, ഇത്ര നാളായിട്ടും തനിക്ക് ഞങ്ങൾ ആരും മനസ്സിലായില്ലല്ലേ? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളാ. അതുകൊണ്ടാ ജീവിതത്തിൽ പല തിരിച്ചടികളും ഉണ്ടായത്. ഇപ്പൊ പക്ഷേ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. എങ്ങനുണ്ടായിരുന്നു ഓഫീസില്? ഞാനില്ലാത്ത കുറവൊന്നും അനുഭവപ്പെട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ കണ്ണേട്ടനോടൊപ്പം ഫിനാൻസിയസിലേക്ക് വന്നവളാ. ജോലിയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ കണ്ണേട്ടന്റെ കുറവ് തന്നെയല്ലേ? ഞാൻ ആ മാനേജറെ വിളിച്ച് പറഞ്ഞിരുന്നു, തനിക്ക് എന്ത് കൺഫ്യൂഷൻ വന്നാലും അത് തീർത്തു കൊടുക്കണമെന്ന്. അങ്ങനെ തീർത്തെന്നെങ്കിൽ മാത്രമേ ജോലി പഠിക്കൂ. അത് ശരിയാ. ഇനിയിപ്പോ എല്ലാ മാസത്തില് 5 ദിവസം ഇവൻ ഇവിടെ ഒന്ന് കിടക്കണം. ആ സമയത്ത് മഹിക്ക് ജോലി പഠിക്കാൻ പറ്റിയ സമയ. എന്നാ പിന്നെ അനന്തുവേട്ടൻ പൊക്കോ. ലേഖ അവിടെ ബോറടിച്ചിരിക്കായിരിക്കും. അവൾക്കങ്ങനെ ബോറടിയൊന്നുമില്ല. കുറേ ദിവസം എന്നെ കാണാതിരുന്നാലേ കുഴപ്പമുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അവളുടെ ഹോബി. അതുകൊണ്ടാ അവൾ ഇവിടെ ഇരിക്കാത്തെ. അല്ലെങ്കിൽ ഇവനോടൊപ്പം അവൾക്കും കൂട്ടിരിക്കാല്ലോ. ഞാൻ പറഞ്ഞതാ ഫൈനാൻസിയസിലിരിക്കാൻ, എന്നിട്ട് അവിടെ നിന്നില്ല. അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞു തന്നെയാ ലേഖയും പറഞ്ഞത്, ഒറ്റയ്ക്കിരുന്ന് പണി പഠിക്കാൻ. അവൾക്ക് ബുദ്ധിയുണ്ട്. അല്ലെങ്കിലേ അവളുമായിട്ട് സംസാരിച്ചിരിക്കുമെന്ന് അവൾക്കറിയാം. അപ്പോ അതിനകത്ത് ആരോ ഉണ്ടല്ലോ.